പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ആ സന്ദേശവുമായിട്ട് രാമന്റെ അരികിലെത്തുന്നു. സീത എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വന്നു. സീതയുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും താൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ സീതയുടെ പ്രതികരണത്തെക്കുറിച്ചും രാമൻ അറിയുന്നു. രാമനിൽ സീതയോടുള്ള അഭിമാനം വർദ്ധിക്കുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയവരെയും കുലത്തെയും നശിപ്പിച്ചിട്ട് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോകണമെന്ന ദുർഗാദേവിയുടെ വീര്യത്തെ ഓർമ്മിപ്പിക്കുന്ന ആ വാക്കുകൾ സീതയിൽ നിന്നുണ്ടായത് രാമനിലും വാനര സമൂഹത്തിലും സുഗ്രീവനടക്കമുള്ള രാജാവിലും വലിയ സന്തോഷത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ സൈന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സൈന്യം വേണം. സൈന്യം എവിടെയുണ്ട്? ഭരതനെ അറിയിച്ചാൽ ഭരതനും കോസല രാജ്യത്തിൽ അയോധ്യയിലെ സൈന്യം മുഴുവനും വരും. രാമന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് ആ നാട്ടിലെ മുഴുവൻ രാജാക്കന്മാരും യുദ്ധസന്നദ്ധരായി വരും. പക്ഷേ ശ്രീരാമചന്ദ്രൻ സൈന്യത്തെ ഉണ്ടാക്കിയത് വാനരസേനയെ ആയിരുന്നു. ഒന്നിലും നമ്മൾ പൊതുവെ പറയാറുണ്ട്, അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. മന്ത്രശക്തിയില്ലാത്ത അക്ഷരങ്ങളില്ല, ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല, യോഗ്യതയില്ലാത്ത മനുഷ്യരുമില്ല. എല്ലാവരിലും എന്തെങ്കിലും യോഗ്യതയുണ്ട്. പക്ഷെ ഈ യോഗ്യതയെ കണ്ടെത്തി സംയോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ, സംയോജകന്മാർ കുറവായിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ നല്ലൊരു സംയോജകനായിട്ട് പ്രവർത്തിച്ചു. വാനരന്മാരെ ഉപയോഗിച്ച് മഹാസൈന്യത്തെ ഉണ്ടാക്കുന്നു അദ്ദേഹം. എന്നിട്ട് ആ സൈന്യത്തോട് പാലം കടന്ന് അവിടത്തേക്ക് ചെല്ലാൻ പറയുന്നു. പക്ഷെ പാലമില്ല. എങ്ങനെ കെട്ടണം? 100 യോജന പാലം നിർമ്മിക്കണം. ഹനുമാനെ പോലെ എല്ലാവർക്കും ചാടാൻ പറ്റില്ല. ആയതുകൊണ്ട് എങ്ങനെ നിർമ്മിക്കും എന്ന ചോദ്യത്തിൻ്റെ മറുപടി സ്ഥിരോത്സാഹം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ഏതൊരു സാഗരത്തിനും പാലം കെട്ടാം എന്നായിരുന്നു. അങ്ങനെ അവർ പാലം കെട്ടാൻ തുടങ്ങി. പാലം കെട്ടിയിട്ട് അവർ ലങ്കയിലെത്തുകയും ചെയ്തു. ഇവിടെ സാമാന്യന നമ്മുടെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ശൂർപ്പണഖയും മറ്റസുരന്മാരുമെല്ലാം ലങ്കയിൽ നിന്ന് ഏത് വഴിയാ വന്നിട്ടുണ്ടാവുക? അത് നമുക്കറിയില്ല. സാമാന്യേന ഉള്ള കള്ളന്മാരുടെ വഴി നമുക്കറിയുമോ? അറിയില്ല. നിഗൂഢങ്ങളായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വരുന്നവർക്ക് മായാശക്തി ഉണ്ടാവാം. അവരുപയോഗിക്കുന്ന വഴിയും ഒരു സാമാന്യ ജനത്തിന് അറിയില്ല. ഇപ്പം നമ്മളൊരു സാഗരത്തിൻ്റെ നടുക്ക് പെട്ടുപോയി. കരയിലേക്ക് എത്തുവാൻ നമുക്കറിയുമോ? പറ്റില്ല. അതിലൊരു വിദഗ്ധനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു തരും, ഇന്നേ ഭാഗത്തുകൂടെ പോയാൽ, ഇന്നേ വശത്തേക്ക് പോയാൽ കരയിലെത്തും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആഴക്കടലിലെത്തും. അതുപോലെ ഒരു വനത്തിൻ്റെ നടുക്ക് പെട്ടുപോയി, നമുക്ക് പെട്ടെന്ന് വഴി കണ്ടെത്താൻ പറ്റുമോ? ആ വനവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ ഈ അസുരന്മാരും മറ്റും വന്നത് ഏത് വഴിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അത് അവർക്കറിയാവുന്ന വഴിയാണ്. അത് രാമനറിയില്ലല്ലോ, അത് വാനരന്മാർക്കറിയില്ലല്ലോ. അവർക്കൊരിക്കലും ലങ്കയിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അന്ന് അധർമ്മം ഭാരതത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അധർമ്മികൾക്ക് ലങ്ക കടന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാമന്റെ ത്രേതായുഗത്തിൽ അധർമ്മം ഭാരതത്തിലുണ്ടായിരുന്നില്ല, അത് ലങ്കയിലായിരുന്നു. അവിടുന്ന് അധർമ്മികൾ കടന്ന് ഇങ്ങോട്ട് വന്നു. സീതയെ തന്നെ, ധർമ്മസംരക്ഷണത്തിന് വന്ന രാമന്റെ ഭാര്യയെ തന്നെ തട്ടിക്കൊണ്ടുപോയി. അതൊരു നിമിത്താണ്. ഈ അധർമ്മികളെ നിഗ്രഹിച്ച് ലങ്കയ്ക്കും ശാന്തി വേണ്ടേ? നാട്ടിലെ രാജാക്കന്മാരുടെ മുഴുവൻ ഭാര്യമാരെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദുഷ്ട അസുരനെ കൊന്നിട്ട് സത്യത്തെ, ധർമ്മത്തെ കാത്തുരക്ഷിക്കുവാനുള്ള ഒരു നിമിത്തമായിട്ടാണ് അവിടെ സീതയുടെ അപഹരണത്തെ കണക്കാക്കേണ്ടത്. സീതാദേവിയെ അപഹരിക്കുവാൻ തോന്നിയ ഒരു നിമിഷം, അതായിരുന്നു രാവണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. ഈ അബദ്ധത്തെ തിരുത്തുവാൻ രാവണനോട് വിഭീഷണടക്കം പറയുന്നുണ്ട്.
രാമൻ്റെ കാൽക്കൽ പോയിട്ട് വീണിട്ട് പറയൂ, ഈ അബദ്ധം എനിക്ക് പറ്റി, സീതയെ തിരിച്ചു കൊടുക്കൂ. പക്ഷേ അതൊന്നും സമ്മതിക്കുവാൻ ബുദ്ധിമരവിച്ചു പോയ രാക്ഷസനായ കാമഭ്രാന്തനായ രാവണൻ സമ്മതിക്കുന്നില്ല. അത് രാവണൻ്റെ കുലത്തിന് തന്നെ നാശമായിട്ട് മാറി. മക്കളെയും അതുപോലെ സ്വന്തം കൊട്ടാരത്തെയും അനുചരന്മാരെയും എല്ലാം കൊന്നുവീഴ്ത്തിയിട്ടാണ് സീതാദേവിയെ വീണ്ടെടുക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട തത്വവിചാരം, കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. അതിനിസാരമെന്ന് തോന്നിക്കുന്ന വാനര സൈന്യത്തെ പോലും സംയോജിപ്പിച്ച് സൈന്യമാക്കി മാറ്റുവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിനെ സംയോജകനായിട്ട് പ്രവർത്തിച്ച ശ്രീരാമചന്ദ്രന്റെ മഹത്വത്തെ അറിയുക. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം.